പ്രസ്ബിറ്ററൽ കൗൺസിൽ രൂപീകരണം. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി 21 വൈദികരുമായി നടത്തിയ ചർച്ചയിൽ വാക്ക് പറഞ്ഞതനുസരിച്ച് കാനോനിക സമിതികളെല്ലാം പുനഃസ്ഥാപിക്കും എന്നതാണ്. അതിൽ ഒന്നായ നിലവിലിരുന്ന പ്രസ്ബിറ്ററൽ കൗൺസിൽ പുനഃസ്ഥാപിച്ചു. 27/9/2028 സ്ഥാപിച്ച പ്രസ്ബിറ്ററൽ കൗൺസിലിന് 2026 വരെയാണ് കാലാവധിയുള്ളത്. ഈ സ്ഥാപിച്ച കൗൺസിലിന്റെ ആദ്യ സെഷൻ വെളിച്ചത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ മാർ ആൻഡ്രൂസ് താഴത്ത് മീറ്റിംഗ് അവസാനിപ്പിക്കാതെ ഇറങ്ങിപ്പോകുകയായിരുന്നു. അതിനുശേഷം എഴുതി ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം നിയമവിരുദ്ധമായി പ്രസ്ബിറ്ററൽ കൗൺസിൽ വിളിക്കാതിരുന്നു. പിന്നീട് വന്ന മാർ ബോസ്കോ പുത്തൂരും 1 വർഷം വരെ കൗൺസിൽ വിളിക്കാതെ നീട്ടി. 1 വർഷത്തിനകം വിളിക്കുമെന്ന് പറഞ്ഞെങ്കിലും വിളിച്ചില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരാതി നൽകിയെങ്കിലും മെത്രാൻ നിയമവിരുദ്ധമായി കൗൺസിൽ വിളിക്കാതെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വീഴ്ച വരുത്തി. തുടർന്ന് മാർ ബോസ്കോ പുത്തൂർ രാജിവെക്കുകയും ചെയ്തു. ഈ വെള്ളിയാഴ്ചയാണ് പ്രസ്ബിറ്ററൽ കൗൺസിൽ യോഗം വിളിക്കുവാനായി കൗൺസിൽ സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാടനസിനോട് മാർ ജോസഫ് പാംബ്ലാനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രസ്ബിറ്ററൽ കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രസ്തുത മീറ്റിംഗിൽ പങ്കെടുക്കും. ബിഷപ്പ് പാംബ്ലാനി വാക്ക് പറഞ്ഞതനുസരിച്ച് പുതിയ കൂരിയായെ നിയമിച്ചിട്ടില്ല. ഈ വാക്ക് പാലിക്കുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ പ്രസ്ബിറ്ററൽ സമിതിയിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായി കൂരിയ അംഗങ്ങൾ ഉണ്ട്. ഈ കൂരിയ അംഗങ്ങളെ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞു നടന്ന സമരത്തിലാണ് ഈ കൂരിയായിലുള്ള ആരെയും പുതിയ കൂരിയായിൽ ഉൾപ്പെടുത്തുവാൻ തനിക്ക് ആഗ്രഹമില്ല എന്നും അവരെയെല്ലാം മാറ്റിക്കൊള്ളാമെന്നും പുതിയ കൂരിയായെ നിയമിക്കുമെന്നും മാർ ജോസഫ് പാംബ്ലാനി വാക്ക് പറയുകയും എഴുതി നൽകുകയും ചെയ്തത്. മേജർ ആർച്ച് ബിഷപ്പിന്റെ പകരക്കാരൻ എന്ന നിലയിൽ മാർ ജോസഫ് പാംബ്ലാനി നൽകിയ വാക്ക് പാലിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പും ബാധ്യസ്ഥനാണ്. അദ്ദേഹവും മാർ ജോസഫ് പാംബ്ലാനിയും വാക്ക് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ കൂരിയ നിയമിക്കുന്ന പക്ഷം പ്രസ്ബിറ്ററൽ കൗൺസിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് മാറുകയും പുതിയ ഓഫീസിൽ അംഗങ്ങളാകുന്നവർ പ്രസ്ബിറ്ററൽ കൗൺസിൽ അംഗങ്ങൾ ആയി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്കകം പുതിയ കൂരിയായെ നിയമിക്കുകയും അവർ ആയിരിക്കും ഈ വരുന്ന വെള്ളിയാഴ്ചയിലെ മീറ്റിംഗിൽ പങ്കെടുക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി വികാരി മാർ ജോസഫ് പാംബ്ലാനിയുടെ വാക്ക് മേജർ ആർച്ച് ബിഷപ്പിന്റേതുമാണ്. ഈ വാക്ക് പാലിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ആ വാക്ക് പാലിക്കുമെന്നും പൊതുസമൂഹത്തിന്റെയും സർക്കാർ വിധത്തിൽ ഇടപെട്ട കളക്ടറിന്റെയും നിർദ്ദേശാനുസരണം കൂടിയ മീറ്റിംഗിൽ എടുത്ത തീരുമാനങ്ങൾ പൊതുസമൂഹം ഉറ്റുനോക്കുന്നു. മെത്രാൻ വാക്ക് പാലിക്കുമോ? കണ്ടറിയാം. മാത്രമല്ല, പഴയ കൂരിയ അംഗങ്ങളെ മാർ പാംബ്ലാനി മെത്രാപ്പൊലിത്ത ഇപ്പോൾ പുതിയ പ്രസ്ബിറ്ററൽ കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ മെഡിക്കൽ ലീവിലായതുകൊണ്ട് പ്രസ്തുത മീറ്റിംഗിൽ പങ്കെടുക്കുമോ എന്നതിൽ സംശയമുണ്ട്. കാരണം ബിഷപ്പ് ബോസ്കോ പുത്തൂർ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന സമയത്ത് ബിഷപ്സ് ഹൗസിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയും മെഡിക്കൽ ലീവ് എടുത്ത് പോവുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കുവാനുള്ള ഇവരുടെ സാധ്യത വളരെ വിരളമാണ്.